ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മത്തങ്ങയും പയറും വെച്ചിട്ടുള്ള ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു എരിശ്ശേരി ഐറ്റമാണ്. ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് എങ്ങനെയാണ് റെസിപ്പി ചെയ്യുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് മത്തങ്ങയും പയറും കൂടെ എരിശ്ശേരി വെക്കുന്ന റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പയർ കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുപയർ വീണിട്ടുണ്ട്. അത് പാക്കറ്റ് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ട് മിക്സായി പോയതാണ്. അപ്പോൾ അത് പെറുക്കിയെടുക്കാനുള്ള മടി കൊണ്ട് ഞാനത് പെറുക്കിയെടുത്തിട്ടില്ല. നിങ്ങളെടുക്കുമ്പോൾ വൻപയർ തന്നെ എടുക്കണം. ഒരു ഗ്ലാസ് വൻപയർ, ഒരു ചെറിയ മത്തങ്ങ, ഇതൊരു 150 ഗ്രാം മത്തങ്ങയുണ്ട്. ഇത് ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കൂട്ടി കുറച്ച് എടുക്കാം. ഇത് നന്നായിട്ട് കുതിർന്ന പയറായതുകൊണ്ട് ഈ പയർ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം മത്തങ്ങയും പയറും കൂടെ നമുക്ക് ഒന്നിച്ച് അടുപ്പിലേക്ക് വെക്കാം. ഇപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് ഞാൻ ഈ പയറിട്ട് കൊടുക്കണം. അതുകൊണ്ട് നന്നായിട്ട് കുതിർന്ന പയറായതുകൊണ്ട് ഞാൻ ഈ മത്തങ്ങയും പയറും കൂടി ഒന്നിച്ച് വെക്കാനായിട്ട് തുടങ്ങുവാണ്. ഈ മത്തങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് വലിയ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഈ മത്തങ്ങയും പയറും ഒന്ന് അത്യാവശ്യം വെന്തുടയണം. അപ്പോൾ ഒരു 3 വിസിൽ നമുക്ക് അടുപ്പിക്കാം. ഇതൊരു 3 വിസിലടിച്ച് വെന്ത് വരട്ടെ. നമ്മുടെ മത്തങ്ങയും പയറും വേവുന്ന സമയം കൊണ്ട് നമുക്കിനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പിടി തേങ്ങ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്ക് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. നമുക്കിനി കടുക് പൊട്ടിച്ച് ചേർക്കാനായിട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ. 1.5 ടേബിൾ സ്പൂണോളം ചെറിയ ഉള്ളി ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 3 ഉണക്കമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ കറി വെക്കാൻ വേണ്ട ഐറ്റംസ്. നമുക്കിനി ഈ തേങ്ങയൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ ജാറിലേക്ക് ഞാൻ ഈ തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുവാണ്. ജീരകം, ചെറിയ ജീരകമാണ്, പെരിഞ്ജീരകമല്ല. മുളകും ചേർത്ത് കൊടുത്തു. ഈ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ താഴെ നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അത്രയും മതി. ഇപ്പോൾ ആദ്യമേ ഞാൻ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ല പേസ്റ്റാക്കി ഈ അരപ്പ് അരച്ചെടുക്കണം. ഈ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് മൂക്കട്ടെ. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതിയാവും. നമുക്കിനി മത്തങ്ങയും പയറും വെന്തിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മത്തങ്ങയും പയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് വേവണം. ഈ കഷ്ണങ്ങൾ ഈ അരപ്പുമായിട്ട് യോജിപ്പിക്കാം. ഇത് ഒരുപാട് അയഞ്ഞിരിക്കേണ്ട ഒരു കറിയല്ല. ഇതൊരു സെമി ഗ്രേവിയായിട്ട് ഒന്ന് കുറുകിയിരിക്കേണ്ട കറിയാണ്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം. ചെറുതായിട്ട് ഉപ്പിൻ്റെ കുറവുണ്ട്, ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് പതുക്കെ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനൊന്ന് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ പാൻ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയുടെ കളറൊന്ന് മാറി വരണം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില. നമുക്ക് ഈ വഴറ്റിയ ഐറ്റങ്ങളെല്ലാം കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.